കോലീബി എന്ന് പറഞ്ഞൊരു സഖ്യം, കോൺഗ്രസ് ലീഗ് BJP എന്ന് പറഞ്ഞിട്ട് കേരളത്തിനകത്ത് അങ്ങനൊരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു രാഷ്ട്രീയമായി. അതേ തളപ്പ് ഞങ്ങൾക്ക് ചാർത്താൻ ശ്രമിക്കേണ്ട. CPM-ഉം BJP-യും തമ്മിൽ ഒരു കാരണവശാലും ഒരു കൂട്ടുകെട്ടും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? എന്നാൽ BJP-യിലുള്ള സുഹൃത്തുക്കളുണ്ട്, BJP-യിലുള്ള മനുഷ്യരുണ്ട്, അവരൊക്കെ നല്ലവരായിട്ടുള്ള മനുഷ്യരാണ്. അവർ ചിലപ്പോൾ ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ വോട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ BJP-യുടെ വോട്ട് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പിലും, അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അസംബ്ലി ആണെങ്കിലും പാർലമെൻ്റ് ആണെങ്കിലും BJP-യുടെ വോട്ട് വേണ്ട, SDPI-യുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ അതിലെ ചില വ്യക്തികൾ എന്നുള്ള നിലയിൽ അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരസ്കരിക്കാറൊന്നുമില്ല. രാഷ്ട്രീയമായി ഇവരുമായിട്ടൊരു കോംപ്രമൈസും ഞങ്ങൾക്കില്ല. എന്നാൽ നിലമ്പൂർ ഇലക്ഷൻ SDPI ആയിട്ട് നേരിട്ട് തുളത്ത് കൈയിട്ടുണ്ടല്ലേ മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി ചെയ്തത്. അവരിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നേരിട്ട് നടക്കാല്ലേ. BJP എത്ര സ്ഥലത്ത് ഈ ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസും തമ്മിൽ. എന്നിട്ടാണ് ഞങ്ങളെ കുറ്റം പറയുന്നത്. തൃശ്ശൂർ ഇങ്ങ് എടുക്കുക എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ നമ്മളിത് എങ്ങനെയാണ് എടുക്കുന്ന മെക്കാനിസം എന്ന് ആലോചിച്ചു പോയി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്തായി? മുരളീധരനെ പോലെ പരിണിതപക്ഷനായ ലീഡറുടെ മകൻ അവിടെ നിന്ന് 86,000 വോട്ട് കോൺഗ്രസിന് പ്രതാപനുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വോട്ടില്ലാതെ നഷ്ടപ്പെട്ട് പോയി എന്നുണ്ട്. ആ വോട്ട് അങ്ങോട്ട് പോയി, മരിച്ചുപോയവരല്ലല്ലോ. ആ വോട്ട് BJP-യിലേക്ക് പോയി. ഇത് കച്ചവടമാണ്. ഇതിനെയാണ് കോൺഗ്രസ് BJP ബന്ധം എന്ന് പറയുന്നത്.